അമ്മേ, എന്താ അമ്മേ ഇന്ന് ഇത്ര പെട്ടെന്ന് വന്നേക്കുന്നെ? ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു മോളെ, അതാ പെട്ടെന്ന് വന്ന്. അല്ല, നീ എത്ര നേരമായി വന്നിട്ട്? ഞാനും ഇപ്പോഴാ വന്നേ അമ്മേ. ആണോ? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല അമ്മേ, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്താടി രാവിലെ ഇതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ലേ വെച്ചിട്ടുണ്ടാക്കി പോയത്? വേസ്റ്റ് ആകും, വാ കഴിക്കാം. വേണ്ട അമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം. എടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എങ്ങോട്ടാ പോകുന്നത്? അമ്മേ, ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഭയങ്കര ടയേർഡാ. കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങി നന്നായിട്ട് റെസ്റ്റ് ചെയ്യട്ടെ. അതിന് നിനക്ക് കഴിച്ചിട്ട് പോയി ഉറങ്ങിക്കൂടെ? അയ്യോ വേണ്ട അമ്മേ, രാവിലെ കോളേജ് ക്യാന്റീനിൽ നിന്ന് 11 മണിക്ക് ഞാൻ വട വാങ്ങിച്ചു കഴിച്ചായിരുന്നു. അത് കഴിച്ചോണ്ട് ഇപ്പോഴും വയറ് നിറഞ്ഞിരിക്കുവാ. ശരി, പോയി റെസ്റ്റ് എടുക്ക്. സാർ, നിങ്ങളോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സുഖം തന്നെയല്ലേ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു സർ. അകത്തേക്ക് വരൂ സർ. വരൂ സർ. ദാ ഇവിടെ ഇരിക്കൂ. സർ, ഒരു 2 നിമിഷം ഞാൻ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. ഇതാ ജ്യൂസ് കുടിച്ചോളൂ. ഇങ്ങോട്ട് ഇരിക്കേ. പിന്നെന്തൊക്കെയുണ്ട്? നമ്മുടെ ബാങ്കിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല സർ. പക്ഷേ സാറ് മാനേജറായിരുന്നപ്പോ ഇതിനേക്കാൾ നന്നായിരുന്നു സർ. എന്നാ ഇപ്പോ ഉള്ള മാനേജർ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലും വല്ലാതെ ദേഷ്യപ്പെടും. ഇപ്പൊ ഓരോ ദിവസവും ഞങ്ങൾ പേടിച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണോ? എല്ലാരും ഒരേപോലൊന്നും ആയിരിക്കില്ലല്ലോ. എന്താ കാര്യം സർ? പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അല്ല, ഈ വീട്ടിലെ അഡ്രസ് താങ്കൾക്ക് എങ്ങനെയാ കിട്ടിയത്?
നമ്മുടെ ഓഫീസ് കൊളീഗ് മോൻ സാറിനെ അറിയില്ലേ? ആ അതെ. അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വഴി കൂടിയാണ് പോയത്. ഉം ഹും. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ 3rd ഫ്ലോറിലാണ് ലീലാവതിയുടെ വീടെന്ന് മോൻ സാർ പറഞ്ഞു. ആഹാ. അതുകൊണ്ടാണ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെയായിരുന്നോ? എന്നാലും എന്നെ ഓർമ്മ വെച്ച് കാണാൻ വന്നല്ലോ, വളരെ നന്ദി സർ. അയ്യോ, അതൊന്നും സാരമില്ല. ശരി, നിന്റെ പ്രൊമോഷന്റെ കാര്യമൊക്കെ എന്തായി? പ്രമോഷനെ പറ്റിയൊന്നും ആരും പറയുന്നില്ല സർ. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിൽ പ്രമോഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ് സർ. ഉം. അതുകൊണ്ട് എപ്പോ കിട്ടുന്നോ അപ്പ കിട്ടട്ടെ എന്ന് ഞാനും വിട്ടു. അങ്ങനെയാണോ? ശരി, നമ്മുടെ ശോഭ മാഡം എങ്ങനെയുണ്ട്? അവർക്ക് എന്താ സർ, അവര് നല്ല സന്തോഷത്തിലാ സർ. ഉം. ഞാനും ശോഭ മേഡവും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഉം. പഴയ മാനേജരെ പോലെ ഒരാളെ കിട്ടില്ലെന്ന് മേഡം എപ്പോഴും നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. ഓ, അങ്ങനെയാണോ? ഉം. അമ്മേ, ആ വാ മോളെ, ഇതാണ് എന്റെ മോള് സാറേ. ഓ, എന്തൊക്കെയുണ്ട് മോളെ, സുഖമാണോ? ആ സുഖമാണ് സാർ. മോളെന്താ പഠിച്ചോണ്ടിരിക്കുന്നേ? ഞാനിപ്പോ BE സെക്കൻഡ് ഇയറാ സാറേ. ഓ, സാറ് ഞങ്ങളുടെ പഴയ ബാങ്ക് മാനേജറാണ്. ഓ ആണോ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ ഒരു ദിവസം വരാം. എന്താ സാറേ ഇത്, ലഞ്ച് ടൈം ആയില്ലേ, കഴിച്ചിട്ട് പോകാം. അയ്യോ, ഇന്ന് വേണ്ട, എനിക്കിന്നൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. എന്തായാലും വീട് മനസ്സിലായല്ലോ. വേറൊരു ദിവസം വന്ന് നല്ല റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഓക്കെ? എന്നാ ശരി സർ, ഇത് സാറിന്റെ വീട് പോലെ എപ്പോ വേണമെങ്കിലും വരാം. ശരി, എന്നാ ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ആ ശരി സർ. ഉം. ഞാൻ പിന്നീട് വരാവേ. ശരി സർ, സൂക്ഷിച്ചു പോണേ. ആ ശരി, താങ്ക് യു. ഉം. മാഡം എന്തു ചെയ്തോണ്ടിരിക്കയാ? ഒന്നുമില്ല അമ്മേ, ചുമ്മാ ഫോണില് റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. അത് ഞാൻ കണ്ടു. ഈ ഫോണും തോണ്ടി ഇരിക്കുന്ന നേരം ബുക്ക് എടുത്ത് പഠിക്കായിരുന്നില്ലേ? വല്ലാണ്ട് ബോറടിക്കുന്ന അമ്മേ. ബോറടിക്കുന്നെന്നോ? എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പുറത്തു പോയാലോ? ശരി, ഇപ്പൊ എവിടെ പോവാനാ? ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ആ അമ്മേ, എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. എന്നാ ശരി, വാ പോവാം. ഉം. അയ്യോ അയ്യോ, ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ അതെ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഇവർക്ക് ആവശ്യമായിരുന്നോ? അതെ അതെ, ആ പറഞ്ഞത് സത്യ. അയ്യോ. അമ്മേ, ആ വാ മോളെ. ഞാൻ എന്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുവാ. എടി, സാർ ഇരിക്കുന്നത് നിനക്ക് കണ്ടൂടെ? ഒരു ഹായ് പോലും പറയാതെ പോകുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഹായ് സാർ. ഹായ് മോളെ. അവളെ എപ്പോഴും ഇങ്ങനെയാണ് സാറേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കല്ലേ? അവൾ കൊച്ചുകുട്ടിയല്ലേ, വളരുമ്പോ മാറിക്കോളും. ശരി, കുറച്ച് ലേറ്റായി, ഞാൻ ഇറങ്ങാണേ. നിക്കു സാർ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇന്ന് വേണ്ട, പുറത്ത് കുറച്ച് അത്യാവശ്യമായിട്ട് ജോലിയുണ്ട്. ഞാൻ വേറെ ദിവസം വരാം. ശരി സാർ. ശരി, ഒന്ന് ഇറങ്ങട്ടെ. ആ ശരി സാർ. എടി, അദ്ദേഹം എത്ര വലിയ ബാങ്ക് മാനേജർ ആണെന്ന് നിനക്കറിയോ? അദ്ദേഹത്തോട് 2 വാക്ക് സംസാരിക്കാൻ നീ എന്താ അകത്തേക്ക് വന്നത്? അദ്ദേഹം അമ്മയ്ക്കല്ലേ ബാങ്ക് മാനേജർ, എന്റെ ആരും അല്ലല്ലോ. പിന്നെ ഞാനെന്തിനാ അയാളോട് സംസാരിക്കണ്ടേ? അങ്ങനെയൊന്നും പറയില്ലേ, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഞങ്ങൾ ജോലിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും സമാധാനത്തോടെ ഞങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കി തരും. സാറ് ട്രാൻസ്ഫർ ആയി പോയേ പിന്നെ ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാനേ ഇഷ്ടമല്ല, അത് നിനക്കറിയോ? സത്യമാണോ അമ്മേ? ഇതൊക്കെ നിന്നോട് പോയി പറയുന്നുണ്ടല്ലോ, എന്നെ പറഞ്ഞാ മതി. ശരി അമ്മേ, അതൊക്കെ അവിടെ നിക്കട്ടെ. അയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്? ഏയ്, ഇടയ്ക്കിടയ്ക്ക് എവിടെയാ വന്നത്?
കഴിഞ്ഞ ആഴ്ചയല്ലേ അദ്ദേഹം വന്നത്? അത് കഴിഞ്ഞ് ഇപ്പോഴല്ലേ വരുന്നത്? അല്ലാതെ എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയല്ലേ വന്നത്, പിന്നെന്തിനാ ഇന്നും വന്നത്? എന്താടി വലിയ ഓഫീസറെ പോലെ ചോദ്യം ചെയ്യുന്നു? കഴിഞ്ഞ ആഴ്ച ഇതുവഴി പോയപ്പോഴേ നമ്മുടെ വീട് ഇവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞ് നമ്മളെ കാണാൻ വന്നതാ. അന്നെന്തോ പെട്ടെന്ന് ജോലിയുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് വരട്ടേന്ന് വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം വന്നത്. ഓ അങ്ങനെയാണോ? പക്ഷെ അയാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നൊന്നുമില്ല. ഒന്ന് സൂക്ഷിച്ചോ. എടി, എന്താടി നിന്റെ ബുദ്ധി ഇങ്ങനെയൊക്കെ പോകുന്നത്? ഞാൻ പറഞ്ഞതല്ലേ അദ്ദേഹം വളരെ നല്ലവനാണെന്ന്. വീണ്ടും വീണ്ടും പറഞ്ഞതേ പറഞ്ഞാ എന്താ അർത്ഥം? നല്ല ആളാണെന്ന് അമ്മയാ പറയുന്നത്. പക്ഷെ ആരെ എപ്പോ എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാനാ? ഇത് നോക്ക്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. ശരി, രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? അതൊക്കെ അമ്മയുടെ ഇഷ്ടം. അമ്മ എന്തുണ്ടാക്കി തന്നാലും എനിക്ക് ഓക്കെയാ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ പറഞ്ഞോ. പിന്നെ അതെന്തിനാ ഉണ്ടാക്കി ഇതെന്തിനാ ഉണ്ടാക്കിയെന്നൊന്നും ചോദിക്കാൻ പാടില്ല. മര്യാദയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ. അങ്ങനെ ഒന്നും തന്നെ ഇല്ല അമ്മേ. ശരി, ഞാൻ അടുക്കളയിൽ പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്കട്ടെ. എക്സാമാ വരുന്നത്, വല്ലതും പഠിക്കാൻ നോക്ക്. ശരി. എടി, നീ അവിടെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ? നന്നായിട്ടുണ്ട്. ഇന്നാ ഇത് കഴിക്ക്. വീട്ടിലെ പണി എന്തേലും ചെയ്യാൻ പറഞ്ഞാലോ അത് ചെയ്യില്ല. രാവിലെ എണീറ്റ് കോളേജിൽ പോവും, വന്നാ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും. ഇതല്ലേ എന്നും നടക്കുന്നത്? മാഡത്തിന് കഴിക്കാനുള്ള ഫുഡ് പോലും ഞാൻ റൂമിലേക്ക് കൊണ്ടുവന്ന് തരണം. എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഞാനായിട്ട് എന്നെ വന്ന് കഴിക്കത്തില്ലായിരുന്നോ? വിളിച്ചാ ഉടനെ അങ്ങ് വന്ന് തിന്നുവല്ലേ. ശരി ശരി, കഴിക്കാൻ നോക്ക്. അതേ മോളെ, നിനക്ക് ഞങ്ങളുടെ ബാങ്കിലെ മാനേജരെ പറ്റി ശരിക്കും അറിയില്ല. അതുകൊണ്ടാ നീ തെറ്റിദ്ധരിച്ചത്. സാറ് ശരിക്കും വളരെ നല്ല മനുഷ്യനാ. പറയുകയാണെങ്കിൽ സാറിന്റെ ജീവിതം നമ്മുടെ ജീവിതം പോലെയാ. നീ ജനിച്ച് 3 വർഷത്തിനകം തന്നെ നമ്മളെ ഉപേക്ഷിച്ച് നിന്റെ അച്ഛൻ പോയി കളഞ്ഞു. അതിനുശേഷം ഞാനാ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അതുപോലെ തന്നെ സാറിനും വൈഫില്ല. സാറിനും ഒരു മകളാണുള്ളത്. സാർ ഒറ്റയ്ക്ക് അവളെ വളർത്തി, അവളെ നല്ലപോലെ പഠിപ്പിച്ച് അവളെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചയച്ചു. ഇപ്പൊ അവളുണ്ടല്ലോ US-ലാണുള്ളത്. എന്താ അമ്മ വീണ്ടും അയാളുടെ പുരാണം സംസാരിക്കാൻ തുടങ്ങിയോ? അല്ലടി, നിനക്ക് അദ്ദേഹത്തെ പറ്റി കേട്ട എന്താ ഇത്ര ദേഷ്യം വരുന്നത്? അമ്മേ, ഞാൻ ഓൾറെഡി അമ്മയുടെ അടുത്ത് പറഞ്ഞ് അയാൾ അമ്മയ്ക്ക് മാത്രം ബാങ്ക് മാനേജർ, എന്റെ ആരും അല്ലെന്ന്. ശരി, വേഗം കഴിച്ച് പ്ലേറ്റ് താ. എനിക്ക് കിച്ചണില് ജോലിയുണ്ട്. സാർ, നിങ്ങളോ? പറ, എന്താ കാര്യം? എന്തൊക്കെയുണ്ട് മോളെ, സുഖമാണോ? ആ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അമ്മ ബാങ്കിൽ നിന്ന് വന്നോ മോളെ? ഇല്ല സാർ, അമ്മ വീട്ടിൽ വരാനായിട്ട് ഏകദേശം 6 മണിയെങ്കിലും കഴിയും. ഓ, 6 മണിയാകൂ? ബാങ്ക് ഇന്ന് ഹാഫ് ഡേ അല്ലേ? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ വരും. അതൊക്കെ പോട്ടെ, മോളെ തന്നെ അകത്തേക്ക് വിളിപ്പിക്കാതിരിക്കുന്നത്? ആ ശരി ശരി, അകത്ത് വാ സാറേ. ആ ഇരിക്കെ. സാറിന് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരട്ടെ? അങ്ങനെ ധൃതി പിടിക്കൊന്നും വേണ്ട, അമ്മ വരട്ടെ. ശരി സാർ, എന്നാ വെയിറ്റ് ചെയ്യ്, ഞാൻ അമ്മയ്ക്കൊന്ന് കോൾ ചെയ്യട്ടെ. ആ ശരി. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവ് ചെയ്ത് പിന്നീട് വിളിക്കുക. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ഇപ്പോൾ
ആ സാർ, ആ? ഞാൻ അമ്മയെ കോൾ ചെയ്ത് നോക്കി. അമ്മയുടെ ഫോണ് നോട്ട് റീച്ചബിൾ എന്ന് വരുവാ. ഓ അങ്ങനെയാണോ? ഉം. ശരി, സാരല്ല മോളെ. അമ്മ വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. അമ്മ വന്ന് കണ്ടിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോയിക്കോളാം. ഉം. ശരി സാർ, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളൂ. ശരി മോളെ. ഉം. ഉം. ശ്രീനിഷ, ശ്രീനിഷ, മോളെ ശ്രീനിഷ, മോളെ, മോളെ ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ, ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ശ്രീനിഷ, അയാളോട് പുറത്ത് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്. അകത്തോട്ട് എന്തിനാ വരുന്നത്? എത്ര ബഹളം വെച്ച് വിളിച്ചാലും എണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ചെയ്യാൻ പോന്നേന്ന് നോക്കാം. ഉം. ശ്രീനിഷ, മോളെ, മോളെ ശ്രീനിഷ, ശ്രീനിഷ, മോളെ ശ്രീനിഷ, മോളെ എണ്ണിക്ക്. ആ, നിങ്ങളോട് ആരാ അകത്തോട്ട് വരാൻ പറഞ്ഞേ? എന്തിനാ മോളെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ വെറുതെ വന്നതാ. നിങ്ങളോട് ഹോള് വെയിറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, മോളുടെ അമ്മ ഇതുവരെ വന്നില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അമ്മയെ വിളിച്ച് ഞാൻ വന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ. അതിന് എന്നെ ഇവിടെ വന്ന് വിളിക്കായിരുന്നല്ലോ. എന്തിനാ ആവശ്യമില്ലാതെ എന്നെ തൊട്ടത്? അയ്യോ മോളെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു. പക്ഷെ മോൾ എഴുന്നേറ്റില്ല. ആദ്യം ഇവിടുന്ന് പുറത്തു പോ. ഈ വയസ്സിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അത്ര നല്ലതാണോ? അയ്യോ, നോക്കും മോളെ, നീ എന്തോ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. മോളെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അകത്തേക്ക് വന്നത്. അതെന്തോ ആയിക്കോട്ടെ, ആദ്യം ഇവിടുന്ന് പുറത്തു പോവാൻ നോക്ക്. അതല്ല ശ്രീനിഷ, മോളെന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യമായിട്ട് മോളെ വിളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെ, പുറത്തു പോകാനല്ലേ പറഞ്ഞത്. എന്തു പറ്റിയടി? നീ വല്ലാതെ ഡല്ലായിരിക്കുന്നല്ലോ. അമ്മയുടെ മാനേജർ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. നീ പറയുന്നത് സത്യാണോ? സാറാണോ അങ്ങനെ ചെയ്ത്? അതേഹോ, എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ചീത്ത പറഞ്ഞ അയാളെ പുറത്താക്കി. ചീത്ത വിളിച്ച് പറഞ്ഞയച്ചെന്നോ? നല്ലവനാണെന്ന് കരുതിയിട്ടാ വീട്ടിൽ കയറ്റിയത്. ആരെയാ വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. സാർ, ഒരാഴ്ചയായി ഞാൻ സാറിനെ വിളിച്ചോണ്ടിരിക്കുന്നു. ലൈൻ കണക്ട് ആവുന്നേ ഇല്ലായിരുന്നു. സാറിനെ വിശ്വസിച്ചല്ലേ വീട്ടിൽ കയറ്റിയത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് അകത്ത് കയറി സംസാരിച്ചോട്ടെ? ശരി സർ, വരൂ. ഇരിക്കൂ സർ. അന്ന് എന്താ സർ ശരിക്കും സംഭവിച്ചത്? മോനെ പറഞ്ഞോ. അങ്കിളെ, ഞാൻ പറയുന്നത് കേട്ടിട്ട്
ടെൻഷൻ ആവരുത്. സ്വപ്നയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ അയ്യോ, എന്തു പറ്റി? എപ്പോഴാ നടന്നേ? ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? അയ്യോ അങ്കിളെ, ടെൻഷൻ ആവണ്ട. ചെറിയൊരു ആക്സിഡന്റ് മാത്രമാ. ഇപ്പോൾ ഞാനും അവളും ഹോസ്പിറ്റലിലാണ്. ഈ കാര്യം അങ്കിളിനോടൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. സ്വപ്നയ്ക്ക് ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അകത്ത് പോയിട്ട് അങ്കിളോട് സംസാരിക്കാനായിട്ട് പറയാം. ഓക്കെ അല്ലേ? ആ ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. ആ. എൻ്റെ മകൾക്ക് ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമായിരുന്നു. ഇത്രയും ദിവസം ഞാൻ എൻ്റെ മോളുടെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ അവൾ ഒരുവിധം ബെറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്ന ഉടനെ ഈ കാര്യത്തെപ്പറ്റി ലീലയോട് സംസാരിക്കണമെന്ന് കരുതി. അന്ന് നടന്ന കാര്യത്തിൽ എൻ്റെ മേൽ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചത്. ലീലാവതി, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ? എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. എടി നിഷേ, നിഷേ എവിടെയാ ഉള്ളത്? നിനക്കെന്താ ചെവി കേട്ടൂടെ? ആ വരൂ അമ്മേ. എന്താ ഇത്, വീണ്ടും വീട്ടിലോട്ട് വന്നേക്കുന്നോ? അന്ന് അത്രയും വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും കേറി വന്നേക്കുന്നോ? ഛേ, നിർത്തുന്നുണ്ടോ നീ? അല്ല, അന്ന് ശരിക്കും എന്താ ഉണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അമ്മേ, അന്ന് എന്റെ റൂമിലോട്ട് വന്ന് മോശമായിട്ട് പെരുമാറാൻ നോക്കി ഇയാള്. ഏയ് ഛേ, എന്തിനാടി നീ ഇങ്ങനെയൊക്കെ നുണ പറയുന്നത്? സാറൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ബ്രാഞ്ചിലുള്ള എല്ലാവർക്കും തന്നെ സാറിന്റെ സ്വഭാവത്തെ പറ്റി നന്നായി അറിയാം. അന്ന് നീ സാറിനെ പറ്റി തെറ്റായി പറഞ്ഞപ്പോ ഞാനും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പൊ സാറ് സംഭവിച്ചതൊക്കെ പറഞ്ഞപ്പോഴാണ് തെറ്റ് ആരുടെ ഭാഗത്താന്ന് മനസ്സിലായത്. നീ പറഞ്ഞ പോലെ അന്ന് തെറ്റായി പെരുമാറിയിരുന്നെങ്കിൽ അദ്ദേഹം ഇത്ര ധൈര്യത്തോടെ എന്നെ കാണാൻ വരില്ലായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ നിന്റെ വാക്കും കേട്ട് അദ്ദേഹത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ ചെയ്ത കാര്യത്തിന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്ക്. പറ്റില്ല അമ്മേ. അമ്മ അയാളോട് ചിരിച്ചിരിച്ച് സംസാരിക്കുന്നതും അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എടി, നീ എന്താ ഈ പറയുന്നത്? നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? നിന്നെ ലാളിച്ച് വളർത്തിയതാ ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന കരുതിയല്ലേ നീ സാറിനെ പഴി പറഞ്ഞ? സാറിന് എന്നോടൊരു ബഹുമാനമുണ്ട്. നീ ചെയ്ത കാര്യം കൊണ്ട് അതില്ലാതാവുന്ന തോന്നുന്നു. അയാൾ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, അത്രേ ഉള്ളു. നോക്ക് ലീലാവതി, നീ മോളെ ഇങ്ങനെ വഴക്ക് പറയണ്ട. അവൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെപ്പറ്റിയും എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കറിയാം. അതുപോലെ തന്നെ ശ്രീനിഷ്ഠ മോൾക്കും ഒരു ദിവസം എന്നെപ്പറ്റിയും എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും മനസ്സിലാകും. ശരി, ഞാനിപ്പോൾ ഇറങ്ങാണ് ലീലാവതി. സർ, എന്താ സാറേ ഇത്? സാർ എന്തിനാ പോകുന്നത്? അല്ല ലീലാവതി, നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ കാരണം പ്രശ്നം ഉണ്ടാവരുത്. നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ നിന്റെ മകൾക്ക് എന്നെക്കുറിച്ച് എന്തോ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട. നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ മോൾക്ക് എന്തോ ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇറങ്ങുകയാണ് ലീലാവതി. ഉം